ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഹോളിലേക്ക് വന്ന നികേഷ് അടിച്ചു വരുമ്പോൾ അടുക്കളയിലേക്ക് പോവുകയാണ് ഭാസ്കരൻ. നികേഷ് ദേഷ്യത്തോടുകൂടി ഭാസ്കരനെ ഒന്ന് നോക്കിയിട്ട് ഒന്നും വിടാതെ അടിച്ചു വാരുകയാണ്. വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുന്ന ഭാസ്കരന്റെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. ഫോൺ അറ്റൻഡ് ചെയ്ത ഭാസ്കരൻ പറയുന്നു, പറയടാ, എന്ത് 3 L ആണെങ്കിൽ ഞാനത് എടുത്തിരിക്കും. എന്ത് 4 L ആണ് പ്രതീക്ഷിക്കുന്നതെന്നോ? അത് പറ്റില്ല, അവനോട് പോകാൻ പറ. 4 L 5 L പ്രതീക്ഷിക്കുന്നതെന്നോ? അതൊന്നും നമുക്ക് ശരിയാകില്ല. എങ്കിൽ പിന്നെ 30 L കൊടുത്ത് ഞാൻ അത് തന്നെ വാങ്ങിക്കുമായിരുന്നല്ലോ. അടിച്ചു വരുന്ന നികേഷ് ഭാസ്കരനെ ശ്രദ്ധിക്കുകയാണ്. ഭാസ്കരൻ ഹോളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഭാസ്കരൻ പറയുന്നു, ദേ നോക്ക്, ഞാൻ തിരിഞ്ഞു നോക്കില്ല. 3 L ശരി, അല്ലെങ്കിൽ എനിക്ക് വേണ്ട. പിന്നെ 2.25 L തരാമെന്ന് പറഞ്ഞാൽ പോലും ഞാൻ വാങ്ങില്ല. ദേഷ്യത്തോടു കൂടി നികേഷ് ചോദിക്കുകയാണ്, നിങ്ങൾ ഇത് കാണുന്നില്ലേ? ഞാനിവിടെ തൂത്തോണ്ട് നിൽക്കുകയല്ലേ? പൊടി ചവിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന എന്തിനാ? ഇത് കേട്ട് ഭാസ്കരൻ പറയുകയാണ്, സീരിയസ് ആയിട്ട് ഇവിടെ ഒരു കാര്യം സംസാരിക്കുമ്പോഴാ അവൻ തൂത്തോണ്ട് നിൽക്കുകയായിരുന്നു, തുടച്ചോണ്ട് നിൽക്കുകയായിരുന്നു എന്ന്. ഒന്ന് പോടാ. അങ്ങനെ പുറത്തേക്ക് പോകുന്ന ഭാസ്കരൻ പറയുന്നു, എടാ, ഞാൻ പറഞ്ഞതാ 3 L, അതിൽ കൂടുതലാണെങ്കിൽ എനിക്ക് പറ്റില്ല. അതൊന്നും ശരിയാകില്ല. ഈ സമയം ഓഫീസ് കഴിഞ്ഞ് അവിടേക്ക് വന്ന നിധി ചോദിക്കുന്നു, അച്ഛാ, ഗുളിക കഴിച്ചായിരുന്നോ? ഗുളിക കഴിച്ചു മോളെ എന്ന് പറഞ്ഞ് ഭാസ്കരൻ വീണ്ടും ഫോണിൽ സംസാരിക്കുകയാണ്. നികേഷ് ചോദിക്കുന്നു, ഏട്ടത്തി, പ്രസന്റേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പൊ നിധി പറയുകയാണ്, സൂപ്പർ ആയിരുന്നടാ, അവർക്ക് എന്റെ ഡിസൈൻ ഇഷ്ടപ്പെട്ടു. ഭാസ്കരൻ ഫോണിലൂടെ പറയുന്നു, ഞാൻ പറഞ്ഞതാ 3 L ഒത്തു വിട്ടുവന്ന് നോക്ക്, ഇല്ലെങ്കിൽ വിട്ടേര്, ഞാൻ 30 L വാങ്ങിച്ചോളാം. സംശയത്തോടുകൂടി നിധി ചോദിക്കുന്നു, നികേഷ്, എന്ന് പറയുന്നല്ലോ, എന്താ ഈ എല്ല്? അപ്പൊ നികേഷ് പറയണ, എന്ന് പറഞ്ഞാൽ ഏട്ടതി ലാക്സ്, 3 ലക്ഷത്തിന്റെ ഡീല് സംസാരിച്ചോണ്ടിരിക്കുക. 3 L വാങ്ങാം, ഇല്ലെങ്കിൽ 30 L കൊടുത്ത് ഞാൻ വേറെ വാങ്ങിച്ചോളാം. ഇങ്ങനെ ലക്ഷങ്ങളുടെ കാര്യമാണ് സംസാരിക്കുന്നത്. ഏട്ടത്തി പോയി എന്താന്ന് ചോദിക്ക്. അപ്പൊ നിധി പറയുകയാണ്, ഞാനെന്തിനാ ചോദിക്കുന്നത്? വേണമെങ്കിൽ നീ പോയി ചോദിക്ക്. ഇത് കേട്ട് നികേഷ് പറയണ, ഏട്ടത്തി, ഞാൻ അങ്ങനൊന്നും സംസാരിക്കാറില്ലല്ലോ, ഏട്ടത്തി തന്നെ ചോദിക്കുന്നതാ നല്ലത്. ഇത് കേട്ട് നിധി ഭാസ്കരന്റെ അരികിലേക്ക് വന്ന് നിൽക്കുകയാണ്. ഭാസ്കരൻ ഫോണിലൂടെ പറയുന്നു, ഞാൻ പറഞ്ഞില്ലേ 3 L ഓക്കെ, ഇല്ലെങ്കിൽ വേണ്ട. അങ്ങനെ ഭാസ്കരൻ ഫോൺ കട്ട് ചെയ്ത് നിധിയോട് ചോദിക്കുന്നു, എന്താ? ഒന്നുമില്ലെന്ന് നിധി പറയുമ്പോൾ ബിസ്ക്കറ്റ് എടുത്ത് ഭാസ്കരൻ ചോദിക്കുന്നു, ബിസ്ക്കറ്റ് വേണോ? എന്ന് പറഞ്ഞ് നിധി ഭാസ്കരന്റെ കയ്യിൽ നിന്നും ബിസ്ക്കറ്റ് വാങ്ങിച്ച് കഴിക്കുകയാണ്. തുടർന്ന് നിധി പറയുകയാണ്, ലക്ഷക്കണക്കിന് ഡീലൊക്കെ സംസാരിക്കുന്നത് കേട്ടു, എന്താ കാര്യം? നികേഷ് മറിഞ്ഞു നിന്ന് അവരെ ശ്രദ്ധിക്കുകയാണ്. ഭാസ്കരൻ ചോദിക്കുന്നു, ആരാ നിന്നോട് ഇത് പറഞ്ഞത്? നികേഷ് ആണോ? അവൻ എന്നോട് സംസാരിക്കില്ല, പക്ഷെ ഞാൻ സംസാരിക്കുന്നതെല്ലാം അവൻ മറിഞ്ഞു നിന്ന് കേൾക്കും. ഇത് കേട്ട് നിധി പറയണ, അത് വിട്, എന്ത് ഡീലാ സംസാരിച്ചോണ്ടിരുന്നത്? അത് പറ. 30 L എന്നൊക്കെ പറയുന്നത് കേട്ടു, എന്താ കാര്യം? അപ്പൊ ഭാസ്കരൻ പറയുകയാണ്, അതിനൊക്കെ ഒരു കാരണമുണ്ട്. ഒന്നിനും കൊള്ളാത്തൊരച്ഛൻ, ഈ അച്ഛനെ കൊണ്ട് ഒരു ഉപയോഗവും ഇല്ല എന്നൊക്കെയാണല്ലോ ഇവിടെ ഉള്ളവന്മാർ പറയുന്നത്. അവന്മാർക്ക് ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കാം. അങ്ങനെ എന്താ ചെയ്യാൻ പോകുന്ന അച്ഛനെന്ന് നിധി ചോദിക്കുമ്പോൾ ഭാസ്കരൻ പറയണ, ഞാൻ ചെയ്തതിന് ശേഷം നീയും അറിയൂ. അപ്പൊ നിധി പറയണ, അവര് ദേഷ്യത്തിൽ ഓരോന്ന് പറയുന്നതല്ലേ, അതൊക്കെ കാര്യമൊക്കെ എടുക്കണോ? ക്ഷമിച്ചു വിട്ടേര്. ഇത് കേട്ട് ഭാസ്കരൻ ചോദിക്കണ, നീ എന്തായി പറയുന്നത്? അങ്ങനെയൊന്നും വിട്ടുകളയാൻ പറ്റില്ല. ഞാൻ ആരാണെന്ന് അവന്മാരറിയണം, അതിന് സമയമായി. ഇത് കേട്ട് നിധി പറയണ, അച്ഛാ, ഇതൊക്കെ സീരിയസ് ആയിട്ട് എടുത്ത് ഓരോന്ന് ചെയ്യാൻ നിൽക്കണ്ട, ഫ്രീ ആയിട്ടിരിക്കെ, ഞാൻ അവരോട് സംസാരിച്ചോളാം. അപ്പൊ ഭാസ്കരൻ പറയണ, നിന്നെ കൊണ്ട് വലിയ ശല്യമായല്ലോ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞാ മതി, അപ്പോഴത്തേക്ക് എല്ലാവരെയും സമാധാനിപ്പിക്കാനുള്ള ഉത്തരവാദിത്വമായിട്ട് അവൾ ഇറങ്ങും. നിന്നെ ആരെങ്കിലും ഇങ്ങോട്ട് ക്ഷണിച്ചായിരുന്നോ? ഇതിനാണോ നീ തക്കലയിൽ നിന്നും വന്നത്? നീ നിന്റെ ജോലി മാത്രം നോക്കിയാൽ മതി, എന്റെ ബിസിനസ് ഞാൻ നോക്കിക്കോളാം. അങ്ങനെ ഭാസ്കരൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ദേഷ്യത്തോടു കൂടി നിധി പറയണ, ഇതൊക്കെ എനിക്ക് വേണമായിരുന്നു. അരികിലേക്ക് വന്ന നികേഷ് ചോദിക്കണ, ഏട്ടത്തി, എന്തിനാ അയാളുടെ അടുത്ത് പോയി സംസാരിച്ചത്? അയാളെ കുറിച്ച് ഏട്ടത്തിക്ക് അറിയില്ലേ? അപ്പൊ നിധി പറയണ, ഒരെണ്ണം തന്നാറുണ്ടല്ലോ, ഞാൻ അകത്തേക്ക് കയറി വന്നല്ലേ, നീയല്ലേ എന്നോട് പറഞ്ഞത് പോയി ചോദിക്കുന്ന? നിന്നെ വിശ്വസിച്ച് ഞാൻ പോയി ചോദിച്ചു, അപ്പൊ എന്നോട് പറഞ്ഞത് കേട്ടില്ലേ? എല്ലാത്തിനും നിന്നെ പറഞ്ഞാ മതി. ഇത് കേട്ട് നികേഷ് പറയണ, അയ്യോ, ഞാനാണല്ലോ പറഞ്ഞല്ലേ പോയി ചോദിക്കാൻ, സോറി ഏട്ടത്തി, ഞാൻ അകത്തേക്ക് പോവാണേ. അങ്ങനെ നികേഷ് അകത്തേക്ക് പോകുമ്പോൾ പിണക്കത്തോടു കൂടി നിധി പറയണ, എനിക്കിതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. തുടർന്ന് നിധിയും സുധീഷും സുഭാഷ്, നികേഷും ഹരീഷും എല്ലാം സന്തോഷത്തോടു കൂടി സംസാരിച്ച് ഹാളിൽ ഇരിക്കുകയാണ്. അവിടേക്ക് വന്ന ഭാസ്കരൻ ചോദിക്കുന്നു, ഇന്ന് ഞായറാഴ്ചയല്ലേ, നിങ്ങൾ എല്ലാവരും വീട്ടിൽ കാണില്ലേ? അപ്പൊ സുധീഷ് പറയണ, അതെ, ഇന്ന് ഞായറാഴ്ചയാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നോ? അപ്പൊ ഭാസ്കരൻ പറയുന്നു, നിങ്ങൾ എല്ലാവരും വീട്ടിലുണ്ടായിരിക്കണം, ഞാൻ ഒരു സ്ഥലം വരെ പോകുക, കുറച്ചു കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടായിരിക്കണം. ഇത് കേട്ട് സുധീഷ് പറയണ, പിന്നെ നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ ആരും പുറത്തു പോകാതെ ഇവിടെ ഇരിക്കുമല്ലോ. അപ്പൊ ഭാസ്കരൻ പറയണ, പോകരുത്, ഒരു സർപ്രൈസ് ഉണ്ട്, അത് അറിയുന്നത് വരെ ഇവിടെ ആരും പുറത്തേക്ക് പോകാൻ പാടില്ല. ഇത് കേട്ട് നിധി ചോദിക്കണ, എന്താ വെച്ചാ സർപ്രൈസ് വിരട്ടുന്നത് പോലെയാണോ പറയുന്നേ? അപ്പൊ ഭാസ്കരൻ പറയണ, അതേ മോളെ, അങ്ങനെ പറഞ്ഞാലല്ലേ ഇവന്മാര് കേൾക്കൂ. ഇത് കേട്ട് നിധി ചിരിക്കുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, എന്താ അച്ഛാ സർപ്രൈസ്? ഇത് കേട്ട് ഭാസ്കരൻ പറയുന്നു, സർപ്രൈസ് ആണെന്ന് പറഞ്ഞില്ലേ, പിന്നെന്താ ഏതാന്നൊക്കെ ചോദിക്കുന്നേ? അത് ഞാൻ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ അറിയും, വന്നിട്ട് പറയല്ല, വാ എന്ന് പറഞ്ഞ ഭാസ്കരൻ അവിടെ വന്ന് പോകുമ്പോൾ സുധീഷ് പറയണ, എന്താ സുഭാഷ് ഏട്ടാ ഇതൊക്കെ? എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് സുഭാഷ് പറയുമ്പോൾ ഹരീഷ് പറയണ, സുഭാഷ് ഏട്ടാ ഇനി ജോലിക്കെങ്ങാനും പോകാനാണോ? അപ്പൊ സുധീഷ് പറയണ, അതിന് ഒരു സാധ്യതയില്ല, ഇയാള് ജോലിക്ക് പോകാനോ? നിധി ചോദിക്ക,
ചോദിക്കുകയാണ്, ജോലിക്ക് പോകുന്നത് എങ്ങനെ സർപ്രൈസ് ആകും? സംശയത്തോടു കൂടി ഒന്ന് ആലോചിച്ച് ഹരീഷ് ചോദിക്കുകയാണ്, ഇനിയും കല്യാണം കഴിച്ചോണ്ട് വരാനാണോ? ഇത് കേട്ട് സുഭാഷ് ചോദിക്കുന്നു, എടാ അങ്ങനെയൊന്നും ഉണ്ടാകില്ല. ഈ പ്രായത്തില് അച്ഛൻ കല്യാണം കഴിക്കുവോ? ഇത് കേട്ട് സുധീഷ് പറയണ, സുഭാഷേട്ടൻ അങ്ങനെയൊന്നും പറയണ്ട. അയാള് ഈ പ്രായത്തിലും കല്യാണം കഴിക്കാൻ മടിക്കില്ല. അപ്പൊ നിധി പറയുന്നു, അച്ഛൻ കുറച്ചു നേരം കഴിഞ്ഞ് വന്നിട്ട് പറയുന്നല്ലേ പറയുന്നേ, അച്ഛൻ തന്നെ പറയട്ടെ. തുടർന്ന് ഭാസ്കരൻ ഒരു ലോറിയിൽ ജംഗ്ഷനിലേക്ക് വരികയാണ്. ലോറിയിൽ നിന്നും ഇറങ്ങിയ ഭാസ്കരൻ ചോദിക്കുന്നു, എങ്ങനെയുണ്ട് എന്റെ വണ്ടി? ഒരാള് പറയുന്നു, സൂപ്പർ ആയിട്ടുണ്ട് ഭാസ്കര. വണ്ടി എന്താ പുതിയതാണോ? ഭാസ്കരൻ ചോദിക്കുന്നു, കണ്ടാൽ അറിയില്ലേ, പുതിയ വണ്ടി പോലെയല്ലേ. വാടകയ്ക്ക് എടുത്തതാണോ എന്ന് ഒരാൾ ചോദിക്കുമ്പോൾ ഭാസ്കരൻ ചോദിക്കണ, വാടകയ്ക്കോ? ഞാൻ എന്തിനാ വാടകയ്ക്ക് വാങ്ങുന്നത്? ഇതെന്റെ സ്വന്തം വണ്ടിയാ, കാശ് കൊടുത്ത് വാങ്ങിയതാ. ഇത് കേട്ട് ചായക്കടയിൽ ഇരിക്കുന്ന എല്ലാവരും പൊട്ടിച്ചിരിക്കുകയാണ്. നിങ്ങൾ എന്തിനാ ചിരിക്കുന്നതെന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ ഒരാൾ പറയുന്നു, ഭാസ്കര തനിക്ക് ഭ്രാന്ത് പിടിച്ചോ? പുതിയ ലോറി വാങ്ങിയെന്നോ? നിങ്ങൾക്ക് എന്തെങ്കിലും വണ്ടിയുടെ ആവശ്യം വന്നാൽ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ മറക്കരുത്. ഭാസ്കരൻ ട്രാൻസ്പോർട്സ് എന്ന് പറഞ്ഞ് വിസിറ്റിംഗ് കാർഡ് അവരുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ഭാസ്കരൻ. കണ്ടു തള്ളി അതിലൊരാൾ ചോദിക്കുന്നു, ഭാസ്കര താൻ ശരിക്കും വാങ്ങിയതാണോ ഇത്? ഭാസ്കരൻ ചോദിക്കുകയാണ്, വിസിറ്റിംഗ് കാർഡ് തന്നില്ലേ, അതിലെന്റെ പേരില്ലേ, എന്നിട്ട് ശരിക്കും വാങ്ങിയതാണോന്നോ? ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയ വണ്ടി ഇത്. വാ നമുക്കൊരു റൗണ്ട് പോയിട്ട് വരാം. ആദ്യത്തെ ലഗേജ് നിങ്ങളായിക്കോട്ടെ. അവരെല്ലാവരും ഭാസ്കരന്റെ വണ്ടിയിലേക്ക് കയറുകയാണ്. ഡ്രൈവ് ചെയ്യുന്ന ഭാസ്കരൻ ചോദിക്കുന്നു, എങ്ങനെയുണ്ട്? സൂപ്പർ വണ്ടിയാണെന്ന് അവർ പറയുകയും ചുറ്റും നോക്കുകയുമാണ്. തുടർന്ന് ഭാസ്കരൻ വളരെ സന്തോഷത്തോടു കൂടി ലോറിയിൽ കിളിക്കൂട്ടിലേക്ക് വരികയാണ്. നിർത്താതെ ഹോൺ അടിക്കുന്നത് കേട്ട് പുറത്തു നിൽക്കുന്ന സുധീഷും ഹരീഷും വണ്ടിയിലേക്ക് ശ്രദ്ധിക്കുന്നു. സുഭാഷും നിധിയും നികേഷും പുറത്തേക്ക് വരികയാണ്. സുധീഷ് ചോദിക്കുന്നു, ആരാണ് ഇങ്ങനെ ഹോൺ അടിക്കുന്നത്? ഹരീഷ് പറയണ, അതൊരു ടെമ്പോയാണല്ലോ. എന്താണെങ്കിലും അവനെ ഞാൻ ഇന്ന് ശരിയാക്കും. ഇങ്ങനെ ഹോൺ അടിക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞ് സുധീഷ് ദേഷ്യത്തോടു കൂടി നിൽക്കുമ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ് ഭാസ്കരൻ. ചിരിച്ചുകൊണ്ട് ഭാസ്കരൻ മുന്നോട്ടേക്ക് വരുമ്പോൾ എല്ലാവരും ഞെട്ടി വിശ്വസിക്കാനാകാതെ നിൽക്കുകയാണ്. ഭാസ്കരൻ ചോദിക്കുന്നത്, എന്താ എല്ലാവരും ഷോക്കായിട്ട് നിൽക്കുന്നത്? എങ്ങനെയുണ്ട് എന്റെ സിംഹക്കുട്ടി? വണ്ടി കണ്ടില്ലേ? ഇത് നമ്മുടെ വണ്ടിയാ. ഇനി ഭാസ്കരൻ വെറുതെ ഇരിക്കാൻ പോകുന്നില്ല, വണ്ടി അടിക്കാൻ പോകുക. നിങ്ങൾ എന്നെ എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത്? വെറുതെ ഇരുന്ന് വെട്ടി വിഴുങ്ങുന്നു, നിങ്ങളുടെ കാശിന് ഞാൻ ചോറ് കഴിക്കുന്നു, പോരാത്തതിന് മക്കൾക്ക് വേണ്ടി എന്ത് ചെയ്തുന്ന് ഇപ്പൊ പറയടാ. ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണോ? ഐ ആം ദ ഓണർ. ഇത് കേട്ട് നിധി ചോദിക്കുന്നു, ഇതാണോ ആ സർപ്രൈസ്? പുഞ്ചിരിച്ച ഭാസ്കരൻ പറയുന്നു, അതെ മോളെ, കണ്ടില്ലേ വണ്ടി എങ്ങനെയുണ്ട്? ഭാസ്കരൻ ട്രാൻസ്പോർട്സ്. ഇത് കേട്ട് നിധി പുഞ്ചിരിച്ച് തലയാട്ടുമ്പോൾ സുധീഷ് ചോദിക്കാണ്, നിധി ഭാസ്കരൻ ട്രാൻസ്പോർട്സ് എന്നൊക്കെ പേരിട്ടിട്ടുണ്ടല്ലോ, വാടകയ്ക്ക് എടുത്തിട്ട് ഇങ്ങനെ പേരൊക്കെ ഇട്ടാൽ ഓണറോട് എന്ത് പറയും? ഇത് കേട്ട് ഭാസ്കരൻ പറയുന്നു, ഞാൻ ഇത്രയും നേരം എന്താടാ പറഞ്ഞത്? ഞാനാ ഇതിന്റെ ഓണർ, സ്വന്തം കാശ് കൊടുത്ത് വാങ്ങിച്ചതാ. വിശ്വസിക്കാനാകാതെ സുഭാഷ് ചോദിക്കുന്നു, എന്ത് സ്വന്തമായിട്ടോ? സുധീഷ് ചോദിക്കുന്നു, കാശ് കൊടുത്തോ? എല്ലാവരും വിശ്വസിക്കാനാകാതെ ഭാസ്കരനെ നോക്കുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, അച്ഛൻ എന്താ ഈ പറയുന്നത്? ആ വണ്ടിക്ക് ലക്ഷങ്ങൾ വിലയുണ്ട്. അച്ഛൻ എവിടുന്ന അത്രയും കാശ്? എവിടെ നിന്നെങ്കിലും കടം വാങ്ങിയതാണോ? ഭാസ്കരൻ ചോദിക്കുന്നു, ഞാൻ എന്തിനാടാ കടം വാങ്ങുന്നത്? പകുതി കാശ് കൊടുത്ത് വാങ്ങിച്ചതാടാ. ഇത് ഭാസ്കരന്റെ സ്വന്തം വണ്ടിയാ. സുഭാഷ് ചോദിക്കുന്നു, അച്ഛന്റെ കയ്യിൽ എവിടുന്ന ഇത്രയും കാശ്? ഭാസ്കരൻ പറയണേ, സുഭാഷേ നിന്റെ കല്യാണം മുടങ്ങിപ്പോയില്ലേ? ഞാൻ നിന്റെ അമ്മയുടെ സ്വർണ്ണം എടുത്തു തന്നില്ലായിരുന്നോ? അത് ഞാനിങ്ങെടുത്തു, എന്നിട്ട് പാളയം വെച്ച് വണ്ടി വാങ്ങി. എങ്ങനെയുണ്ട്? ഇത് കേട്ട് എല്ലാവരും ഞെട്ടി സുഭാഷിനെ നോക്കുകയാണ്. പെട്ടെന്ന് സുഭാഷ് ഓർക്കുകയാണ്, ഭാസ്കരൻ ഒരു ദിവസം വന്ന് സുഭാഷിനോട് ചോദിച്ചത്, സുഭാഷേ നിന്റെ അമ്മയുടെ സ്വർണ്ണം ഞാൻ തന്നില്ലായിരുന്നോ? അതിങ്ങെടുത്തോണ്ട് വാ. എന്തിനാ അച്ഛന്ന് സുഭാഷ് ചോദിച്ചപ്പോൾ ഭാസ്കരൻ പറഞ്ഞു, എടുത്തിട്ട് വരാൻ പറഞ്ഞാൽ എടുത്തിട്ട് വാ. ഹരീഷ് ചോദിക്കുന്നു, ഇപ്പൊ ആ സ്വർണ്ണം നിങ്ങൾക്ക് എന്തിനാ? ഇത് കേട്ട് ഭാസ്കരൻ പറയണ, ഞാൻ എന്തിനെങ്കിലും ആയിരിക്കും ചോദിക്കുന്നത്, അതിങ്ങെടുത്തോണ്ട് വാടാ. ഹരീഷ് പറയുന്നു, ആ സ്വർണം ഞങ്ങളുടെ അമ്മ ഞങ്ങൾക്ക് വേണ്ടി തന്നതല്ലേ, ഇപ്പൊ നിങ്ങൾ എന്തിനാ അത് തിരിച്ചു ചോദിക്കുന്നേ? ഇത് കേട്ട് ഭാസ്കരൻ പറയണ, നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് സ്വർണം തന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടല്ലേ നിങ്ങൾ അറിഞ്ഞേ? ഞാൻ തന്ന സ്വർണ്ണമാണ് ഞാൻ ചോദിക്കുന്നത്, എടുത്തോണ്ട് വരാൻ പറഞ്ഞാൽ എടുത്തോണ്ട് വാ. ആ സ്വർണം വെച്ച് അച്ഛൻ എന്ത് ചെയ്യാനാണെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഭാസ്കരൻ പറയണ, എന്തെങ്കിലും ചെയ്യും, നീ എടുത്തോണ്ട് വാ. എടാ തിരിച്ചു തരാമടാ, ഇനി എടുത്തോണ്ട് വാ. സുഭാഷ് പറയണ, അച്ഛാ ഞങ്ങളുടെ കയ്യിൽ അത് സുരക്ഷിതമായിരിക്കും, അത് അമ്മയുടെ സ്വർണ്ണമല്ലേ, ഞങ്ങൾ അത് എടുക്കില്ല. ഇത് കേട്ട് ഭാസ്കരൻ പറയണ, നിങ്ങളെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല, എപ്പോ ആവശ്യം വരുമോ അപ്പൊ ഞാൻ എടുത്തു തരാം, ആദ്യം എടുത്തോണ്ട് വാ. ശരി അച്ഛാന്ന് പറഞ്ഞ സുഭാഷ് ആ സ്വർണ്ണം എല്ലാം എടുത്ത് ഭാസ്കരന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. എന്താ സുഭാഷ് ഏട്ടാ ഈ ചെയ്യുന്നതെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയണ, സാരമില്ലടാ ഇങ്ങോട്ട് താടാന്ന് പറഞ്ഞ് ഭാസ്കരൻ ആ സ്വർണവുമായി അവിടെ നിന്ന് പോകുന്നു. ഹരീഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ അയാളെ വിശ്വസിച്ച് ആ സ്വർണം കൊടുക്കാൻ പാടില്ലായിരുന്നു, കുടിച്ച് നശിപ്പിക്കും, ഇല്ലെങ്കിൽ അത് വിറ്റ് കഴിക്കും. അയാളുടെ കയ്യിൽ എന്തിനാ അത് തിരിച്ചു കൊടുത്തേ? അപ്പൊ ഭാസ്കരൻ പറയണ, അച്ഛൻ അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ആ സ്വർണം നമ്മുടെ കയ്യിൽ തരുമായിരുന്നോ? അത് എപ്പോഴേ വിറ്റേനെ. ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ടും അച്ഛൻ ആ സ്വർണം എടുത്തിട്ടില്ല. ഇപ്പോഴും നമ്മൾ അത് നശിപ്പിക്കുമെന്ന് പേടിച്ചിട്ടാ വാങ്ങിച്ചോണ്ട് പോകുന്നത്. അത് വിട്ടേരടാ, അച്ഛൻ അത് നശിപ്പിക്കില്ല എന്ന് പറഞ്ഞ് സുഭാഷ് അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് ഹരീഷ് പറയുകയാണ്, ഞാൻ സുഭാഷിനോട് അപ്പോഴേ പറഞ്ഞതല്ലേ ആ സ്വർണം കൊടുക്കരുതെന്ന്, ഇപ്പൊ കണ്ടില്ലേ അമ്മയുടെ സ്വർണം ഇപ്പം വണ്ടിയായിട്ട് വന്ന് നിൽക്കുന്നത്. ഇത് കേട്ട് നിധി ചോദിക്കേണ്ട, ഹരീഷ് നീ എന്താ പറയുന്നേ? എനിക്കത് മനസ്സിലായില്ല. സുധീഷ് ചോദിക്കുന്നു, എടാ ഹരീഷ് നീ എന്താ പറഞ്ഞേ? ഇയാള് തന്ന സ്വർണം തിരിച്ചു വാങ്ങിയെന്നോ? അപ്പൊ ഭാസ്കരൻ പറയണ, അതേടാ കൊടുത്ത സ്വർണം തിരിച്ചു വാങ്ങി, അതിന്റെ ഭാര്യയുടെ സ്വർണ്ണോ അവൾ എനിക്ക് തന്നത്, അത് വിൽക്കണോ കയ്യിൽ സൂക്ഷിക്കണോ എന്നൊക്കെ
ഞാനല്ലേ തീരുമാനിക്കുന്നത്. ഇത്രയും വർഷവും ആ സ്വർണം സൂക്ഷിച്ചു വെച്ച് ഉത്തരവാദിത്തത്തോടുകൂടി നിങ്ങളുടെ കയ്യിൽ കൊണ്ടു തന്നതല്ലേ. ഇപ്പൊ എനിക്കൊരു ആവശ്യം വന്നു, ഞാൻ തിരിച്ചു വാങ്ങിച്ചു. ഇത് കേട്ട് സുധീഷ് പറയണ, അത് ഞങ്ങളുടെ അമ്മ ഞങ്ങൾക്ക് വേണ്ടി തന്നതല്ലേ, അത് വെച്ച് നിങ്ങൾ എങ്ങനെ വണ്ടി വാങ്ങും? അപ്പൊ ഭാസ്കരൻ പറയണ, എന്താടാ അമ്മ അമ്മ എന്ന് പറയുന്നത്? അവള് നിങ്ങളുടെ അമ്മയാവുന്നതിന് മുമ്പേ എന്റെ ഭാര്യയായിരുന്നു. അവളുടെ സ്വർണം ഞാൻ വിൽക്കും, കയ്യിൽ സൂക്ഷിക്കും. അത് ചോദിക്കാൻ നീ ആരാടാ? നിനക്ക് എന്താടാ വേദനിക്കുന്നോ? അപ്പൊ സുഭാഷ് ചോദിക്കുന്നു, അച്ഛാ അതൊക്കെ ശരിയാ, പക്ഷെ ഇങ്ങനെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കുമ്പോൾ ഞങ്ങളോടൊക്കെ ഒന്ന് ചോദിക്കണ്ടേ? ഇപ്പൊ പുതിയൊരു വണ്ടി വാങ്ങേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഇതൊക്കെ ശരിയാണോ? ഭാസ്കരൻ പറയുന്നു, ദേ നോക്ക്, 2 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്ത് വണ്ടി എടുത്തോണ്ട് വന്നതാ. ബാക്കി 4 ലക്ഷം രൂപ നിങ്ങൾ വേണം കൊടുക്കാൻ. കൊടുത്ത് സെറ്റിൽ ചെയ്തോണം. ഇത് കേട്ട് സുധീഷ് പറയണ, ആ കൊടുക്കും. 4 രൂപ പോലും കൊടുക്കാൻ പറ്റില്ല. വണ്ടി വാങ്ങാൻ തീരുമാനിച്ച നിങ്ങൾ മൊത്തം കാശും കൊടുത്ത് വാങ്ങണമായിരുന്നു. ഇല്ലെങ്കിൽ കയ്യിലുള്ള കാശിന് ഏത് വണ്ടിയാണോ വാങ്ങാൻ പറ്റുന്നത് അത് വാങ്ങണം. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ വണ്ടി വാങ്ങും, ബാക്കി കാശ് ഞങ്ങൾ തരണം. 10 പൈസ പോലും ഞങ്ങൾ തരില്ല. മര്യാദയ്ക്ക് പോയി വണ്ടി തിരിച്ചു കൊടുത്തിട്ട് സ്വർണം തിരിച്ചെടുക്ക്. ഭാസ്കരൻ ചോദിക്കുന്നു, ഞാൻ എന്തിനാ എന്റെ വണ്ടി തിരിച്ചു കൊടുക്കുന്നത്? തടിമാടന്മാരായ 4 ആൺമക്കൾ എനിക്കില്ലേ? നിങ്ങൾ പണം കൊടുക്കണം. എന്താ അച്ഛൻ മക്കളെ നോക്കിയാ മതിയോ? മക്കൾ അച്ഛനെ നോക്കണ്ടേ? പണം കൊടുക്കാൻ നോക്കിക്കോണം. ഇത് കേട്ട് സുഭാഷ് പറയണ, അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്? സുധീഷ് പറഞ്ഞതുപോലെ വണ്ടി തിരിച്ചു കൊടുത്തിട്ട് പണം വാങ്ങി സ്വർണം എടുത്തോണ്ട് വാ അച്ഛാ. ഈ സാഹചര്യത്തില് ഞങ്ങൾ എങ്ങനെയാണ് അച്ഛാ 4 ലക്ഷം രൂപ വണ്ടിക്ക് വേണ്ടി കൊടുക്കുന്നത്? അപ്പൊ കൊടുക്കാൻ പറ്റുകയില്ലെന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ ഹരീഷ് പറയണ, കൊടുക്കാൻ പറ്റുകയില്ല. നിങ്ങൾ എന്ത് ചെയ്യും? ഭാസ്കരൻ പറയുന്നു, കൊടുക്കാൻ പറ്റില്ല അല്ലേ? ശരി, 4 പേരും നിങ്ങൾക്ക് എടുക്കാനുള്ളത് എന്താന്ന് വെച്ചാൽ എടുത്തിട്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണം. ഒരാൾ പോലും ഈ വീട്ടിൽ താമസിക്കാൻ പാടില്ല. ഇത് എന്റെ വീടാ. ഇത്രയും വർഷവും നിങ്ങൾ ഈ വീട്ടിലല്ലേ താമസിച്ചത്? നിങ്ങൾ വാടകയൊന്നും തന്നിട്ടില്ലല്ലോ. ഇറങ്ങിക്കോണം. ഒന്നുകിൽ 4 ലക്ഷം രൂപ കൊടുത്ത് സെറ്റിൽ ചെയ്യണം, ഇല്ലെങ്കിൽ ഞാൻ ഈ വീട് വിറ്റ് സെറ്റിൽ ചെയ്തോളാം. ഇത് കേട്ട് സുധീഷ് ചോദിക്കുന്നു, നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഈ വീടിന് എത്ര രൂപ വില വരുമെന്നറിയോ? കോടിക്കണക്കിന് രൂപ വിലയുള്ള വീടാ. വെറും 4 ലക്ഷം രൂപയ്ക്ക് ഈ വീട് വിൽക്കാൻ പോവുകയാണോ നിങ്ങൾ? ഇത് കേട്ട് ഹരീഷ് പറയണ, സുധീഷേട്ടാ ഇയാൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി അതിനെല്ലാം മറുപടി കൊടുക്കാൻ നിൽക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ നിധി പറയുകയാണ്, അച്ഛാ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ അച്ഛൻ ചെയ്യുന്നത് തെറ്റാണെന്ന് അച്ഛന് തന്നെ മനസ്സിലാകും. സുധീഷ് ദേഷ്യത്തിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് കരുതി അതിനെല്ലാം മറുപടി കൊടുക്കാനായി ഇങ്ങനെ വണ്ടി വാങ്ങിച്ചുകൊണ്ട് വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ? നമ്മുടെ വീടിന്റെ സാഹചര്യം അച്ഛൻ അറിയാലോ. ഒരുപാട് പണത്തിന്റെ ആവശ്യമുണ്ട്. ഇത് കേട്ട് ഭാസ്കരൻ പറയണ, അറിയാം മോളെ, അതെല്ലാം അറിഞ്ഞു വെച്ചോണ്ട് തന്നെ ഞാൻ ഈ വണ്ടി വാങ്ങിച്ചത്. ഞാൻ ഇങ്ങനെ മിണ്ടാതിരുന്നിട്ടും ഇവൻ എന്നെ എന്തൊക്കെയാ പറയുന്നതെന്നറിയോ? ഇങ്ങനെ പോയാൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനും പറയും. അപ്പൊ സുഭാഷ് പറയണ, അച്ഛാ ഒന്ന് മനസ്സിലാക്ക്, എന്താണെങ്കിലും നമുക്ക് സംസാരിക്കാം. ഇങ്ങനെ ധൃതി പിടിച്ച് അച്ഛൻ ഓരോന്ന് പറയല്ലേ. ഭാസ്കരൻ പറയണ, പിന്നെ നീ കുറെ സംസാരിക്കേണ്ട സ്ഥലത്തൊന്നും നീ സംസാരിച്ചിട്ടില്ല. ദേ നോക്ക്, നിങ്ങൾ എന്ത് ചെയ്യും എങ്ങനെ ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല. 4 ലക്ഷം രൂപ നിങ്ങൾ കൊടുക്കണം, ഇല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണം. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഈ സമയം ഭാസ്കരന്റെ ഫോണിലേക്ക് ഒരു കോള് വരികയും ഭാസ്കരൻ ഫോണിൽ സംസാരിച്ചുകൊണ്ട് വണ്ടിയുടെ അരികിലേക്ക് പോവുകയാണ്. ടെൻഷനോടുകൂടി നികേഷ് ചോദിക്കുന്നു, സുഭാഷേട്ടാ അപ്പൊ നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരുമോ? അപ്പൊ സുധീഷ് പറയണ, എടാ ഇത് മുത്തശ്ശന്റെ സ്വത്താ. മുത്തശ്ശന്റെ സ്വത്ത് നമുക്കുള്ളതാ. ഇയാള് പറഞ്ഞത് കരുതി ഉടനെ നമ്മള് വീട് വിട്ട് ഇറങ്ങേണ്ട കാര്യമൊന്നുമില്ല. കുറച്ചുനേരം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അയാൾ പിന്നെ അടങ്ങിയിരുന്നോളൂ. സുഭാഷേട്ടാ അയാളെന്ന് സ്വർണം ചോദിച്ച ഉടനെ അമ്മയുടെ സ്വർണം എടുത്ത് കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? എല്ലാം കൊണ്ടുപോയി നശിപ്പിച്ചില്ലേ? അപ്പൊ സുഭാഷ് പറയണ, അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ എങ്ങനെ അറിയാനാടാ സുധീഷേ? സ്വർണം സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയാണ് ചോദിക്കുന്നതെന്ന് വിചാരിച്ച ഞാൻ കൊടുത്തത്. ഇങ്ങനെ വണ്ടി വാങ്ങിച്ചുകൊണ്ട് വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പൊ സുധീഷ് പറയണ, സുഭാഷേട്ടാ ഇത്രയും വർഷമായിട്ടും ഇയാളുടെ സ്വഭാവം സുഭാഷേട്ടന് മനസ്സിലായില്ലേ? ഞാൻ അന്നേരം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ സുഭാഷേട്ടനെ കൊണ്ട് ആ സ്വർണം കൊടുപ്പിക്കില്ലായിരുന്നു ഞാൻ. ഇത് കേട്ട് നിധി പറയണ, ശരി അത് വിട് സുധീഷേ, നമ്മളെല്ലാവരും മിണ്ടാതിരുന്നാലേ അച്ഛൻ നോർമലാകും. നമ്മൾ ഒന്നും സംസാരിച്ച് പ്രശ്നം വലുതാക്കണ്ട. ഈ സമയം 2 പേര് അവിടേക്ക് വരികയാണ്. എടോ ആരുടെ കയ്യിൽ നിന്നാ കാശ് വാങ്ങണ്ടേന്ന് ഒരാൾ ചോദിക്കുമ്പോൾ ഭാസ്കരൻ പറയണ, പറയാം, ധൃതി പിടിക്കാതെ ആളെ കാണിച്ചു തരാം. എല്ലാവരും സംശയത്തോടുകൂടി അവരെ നോക്കുമ്പോൾ ഭാസ്കരൻ പറയുന്നു, ദേ നോക്ക്, ഈ 4 പേരും എന്റെ മക്കളാ. ഇവര് നിങ്ങൾക്ക് തരാനുള്ള 4 ലക്ഷം രൂപയും തരും. എന്താടാ നോക്കി നിൽക്കുന്നത്? 4 ലക്ഷം രൂപ കൊടുത്ത് സെറ്റിൽ ചെയ്ത് പറഞ്ഞു വിടാൻ നോക്ക്. ഇത് കേട്ട് സുധീഷ് ചോദിക്കുന്നു, 4 ലക്ഷം രൂപ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കുകയാണോ ഞങ്ങൾ? അപ്പൊ ഭാസ്കരൻ പറയണ, അത് നിന്റെ പ്രശ്നമാണ്, എനിക്ക് അതുമായിട്ട് ബന്ധമില്ല. പണം കൊടുത്ത് സെറ്റിൽ ചെയ്ത് പറഞ്ഞു വിടാൻ നോക്ക്. അപ്പൊ സുഭാഷ് പറയണ, ചേട്ടാ ഞങ്ങൾക്ക് 1 മാസം സമയം വേണം, ഞങ്ങൾ എങ്ങനെയെങ്കിലും ബാക്കി പണം തരാം. ഇത് കേട്ട് ഹരീഷ് ചോദിക്കുന്നു, സുഭാഷേട്ടൻ എന്താ ചെയ്യുന്നത്? ഇയാള് വാങ്ങിയ വണ്ടിക്ക് പണം കൊടുക്കാമെന്ന് പറയുന്നത് എന്തിനാ? ഇത് കേട്ട് സുധീഷ് പറയണ, സുഭാഷേട്ടാ ദേ നോക്ക്, സുഭാഷേട്ടന് ഒരുപാട് കമ്മിറ്റ്മെന്റ് ഉണ്ട്. കൊടുത്ത വാക്ക് എങ്ങനെ പാലിക്കുമെന്ന് നമുക്കറിയില്ല. ചാന്ദിനിയുടെ വീട്ടുകാർക്ക് 25 ലക്ഷം രൂപയും സ്വർണവും കൊടുക്കണം, എങ്കിലേ കല്യാണം നടക്കൂ. ഇനി ഇതും കൂടി എടുത്ത് തലയിലേക്ക് വെക്കണ്ട. പറയാനുള്ളത് ഞാൻ പറഞ്ഞു. അപ്പൊ നിധി പറയണ, അച്ഛാ ദേ നോക്ക്, അച്ഛന്റെ മക്കളെ ഒരുപാട് കഷ്ടപ്പെടുന്നില്ലേ, ഒന്ന് ആലോചിക്ക്. അപ്പൊ ഭാസ്കരൻ പറയണ, മോളെ നന്നായി ആലോചിച്ച ഈ തീരുമാനം എടുത്തത്. നീ എന്നോട് സംസാരിക്കുന്ന നിർത്തിയിട്ട് 4 ലക്ഷം രൂപ എങ്ങനെ കൊടുക്കുമെന്ന് ഇവരോട് ചോദിക്ക്. അപ്പൊ സുഭാഷ് പറയുന്നു, ചേട്ടാ ഞങ്ങൾ പണം തരാം, ഞങ്ങൾക്ക് 1 മാസം സമയം വേണം. നിങ്ങൾക്ക് ഞങ്ങളെ നന്നായിട്ട് അറിയാവുന്നവരല്ലേ, ഞങ്ങളെ വിശ്വസിക്കാം. അപ്പൊ ആ ചേട്ടൻ പറയുന്നു,
പറയാണ്, സുഭാഷേ നിന്നെ എനിക്കറിയാലോ, നിന്റെ അച്ഛനാ ഫോണിൽ വിളിച്ചിട്ട് കാശ് വാങ്ങാൻ വരാൻ പറഞ്ഞത്, അതുകൊണ്ടാ വന്നത്. 1 മാസം എന്ന് നീ പറഞ്ഞു, അതുവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. കാശ് തന്നിട്ട് RC ബുക്കും മറ്റെല്ലാം വാങ്ങിച്ചു. അതുവരെ ഈ ലോക്കലിൽ വണ്ടി ഓടിച്ചാ മതി, പുറത്തേക്കെങ്ങും പോകാൻ പാടില്ല. അതൊക്കെ അറിയാമെന്ന് ഭാസ്കരൻ പറയുമ്പോൾ ആ ചേട്ടൻ പറയണ, അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ, പോട്ടെ ഭാസ്കര എന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പോവുകയാണ്. ഭാസ്കരൻ പറയുന്നു, ഞാൻ ഹാപ്പി, ഡാഡി ഹാപ്പി, ഓക്കെ എന്ന് പറഞ്ഞ് ഭാസ്കരൻ അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ തടഞ്ഞുകൊണ്ട് സുധീഷ് ചോദിക്കണ, നിക്കടോ, നിങ്ങളൊരു മനുഷ്യനാണോ? ഞങ്ങൾ എല്ലാവരും വലിയ പ്രശ്നത്തിലാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഇപ്പം 4 ലക്ഷം രൂപ കടം ഞങ്ങളുടെ തലയിൽ കൊണ്ടുവച്ചിരിക്കുന്നു. എങ്ങനെ അടയ്ക്കും ഈ പണം ഞങ്ങൾ? ഇത് കേട്ട് ഭാസ്കരൻ പറയണേ, എങ്ങനെയെങ്കിലും അടയ്ക്കുക, ഐ ഡോണ്ട് കെയർ. 4 പേരും ഒരുമിച്ചാണ് 1 മാസത്തിനുള്ളിൽ 4 ലക്ഷം രൂപ കൊടുക്കാന്ന് പറഞ്ഞത്. കൊടുത്തില്ലെങ്കിൽ എനിക്കൊന്നുമില്ല, നിങ്ങളുടെ ഷട്ടിൽ കയറിയായിരിക്കും അവര് പിടിക്കുന്നത്. ബി കെയർഫുൾ. അങ്ങനെ പാട്ടൊക്കെ പാടി വണ്ടിയിൽ കയറി അവിടെ നിന്ന് പോവുകയാണ് ഭാസ്കരൻ. വളരെ ദേഷ്യത്തോടുകൂടി സുധീഷ് പറയുന്നു, എനിക്ക് വരുന്ന ദേഷ്യത്തിന് എന്തെങ്കിലും എടുത്ത് ഇയാളുടെ തലക്കടിക്കാനാ തോന്നുന്നത്. അങ്ങനെ സുധീഷ് അവിടെ കിടക്കുന്ന ഒരു തടിക്കഷ്ണം എടുക്കുമ്പോൾ, എടാ അത് താഴെ ഇടെന്ന് പറഞ്ഞ് അരികിലേക്ക് ഓടി വന്ന് സുഭാഷും ഹരീഷും കൂടി സുധീഷിന്റെ കയ്യിൽ നിന്നും അത് വാങ്ങിച്ച് വലിച്ചെറിയുകയാണ്. സുഭാഷ് പറയുന്നു, സുധീഷേ നീ ഒന്ന് അടങ്ങടാ, ബുദ്ധിയില്ലാതെ അച്ഛൻ എന്തെങ്കിലും ചെയ്തു എന്ന് കരുതി നീ പ്രശ്നം വലുതാക്കാൻ ശ്രമിക്കുകയാണോ? നീ ഒന്ന് ക്ഷമിക്ക്, നമുക്ക് സംസാരിക്കാം. ഹരീഷ് പറയുന്നു, അത് വിട്ടേര് സുധീഷേട്ടാ, നമുക്ക് നോക്കാം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോന്ന്. തുടർന്ന് രാത്രി വീട്ടിലേക്ക് വന്ന ഭാസ്കരൻ തന്റെ പായും തലേണയെല്ലാം എടുത്ത് വണ്ടിയിലേക്കിട്ട് അവിടെ ഇരുന്ന് മദ്യപിക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങി വന്ന ഹരീഷ് ഇത് കണ്ട് മനസ്സിൽ പറയുകയാണ്, ഒരു വണ്ടി വാങ്ങിയെന്ന് കരുതി എല്ലാം അതിലിരുന്നേ ചെയ്യത്തുള്ളൂ. അങ്ങനെ ഹരീഷ് ഭാസ്കരന്റെ അരികിലേക്ക് വന്നിട്ട് ചോദിക്കുന്നു, ഒരു വണ്ടി വാങ്ങിയെന്ന് കരുതി എല്ലാം അതിലിരുന്നേ ചെയ്യത്തുള്ളൂ, പായും തലോണയൊക്കെ ഇട്ട് ഇതിൽ കിടക്കാൻ പോവുകയാണോ? അപ്പൊ ഭാസ്കരൻ പറയണേ, എന്റെ വണ്ടി, ഞാൻ കിടക്കും, മദ്യപിക്കും, ഡാൻസ് കളിക്കും, അതിന് നിനക്കെന്താ? അപ്പൊ ഹരീഷ് പറയണ, നിങ്ങളുടെ വണ്ടി തന്നെയാ, എന്റെ വണ്ടിയാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ, ഇവിടെ കിടന്നാൽ കൊതുക് അടിക്കില്ലേ? അപ്പൊ ഭാസ്കരൻ പറയണ, ഞാൻ കള്ളു കുടിക്കുകയല്ലേ, കടിച്ചാലും അറിയില്ല. അപ്പൊ ഹരീഷ് പറയണ, BP ഒക്കെ ഉണ്ടായിട്ടും എന്തിനാ ഇങ്ങനെ കൊതുകടി കണ്ട് വണ്ടി കിടക്കുന്നത്? അകത്ത് വന്ന് കിടക്ക്. എന്താ പെട്ടെന്നൊരു സ്നേഹമെന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ ഹരീഷ് പറയണ, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ വേണ്ടേ നോക്കാൻ? അപ്പൊ ഭാസ്കരൻ പറയുന്നു, അയ്യോ നിങ്ങൾ എന്നെ നോക്കണ്ട, ഞാൻ എന്നെ നോക്കിക്കോളാം. ഒരു കാര്യം പറഞ്ഞേക്കാം, ഈ വണ്ടി എന്റേതാ. നിങ്ങള് സമാധാനത്തോടു കൂടി കിടന്നുറങ്ങുന്നില്ലേ ആ വീട്, അതും എന്റേതാ. പോ, നീ നിന്റെ പണി നോക്കി പോകാൻ നോക്ക്. നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ ഹരീഷ് അകത്തേക്ക് പോകുമ്പോൾ മദ്യപിച്ച് ലക്ക് കെട്ട് ലോറിയിൽ കിടന്നുറങ്ങുകയാണ് ഭാസ്കരൻ. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്